മണലി ശക്കീരാനെ പോലത്തെ ഒരു പെണ്ണ്. സ്ത്രീധനം 150 സ്വർണം, 5 ലക്ഷം ഉറുപ്പ്യ, ഒരു മാരുതിക്കാർ. ആ അംഗം മെഹർ കൊടുത്തതോ അരപ്പവന്റെ ഒരു കുഞ്ഞു മോതിരം. ആ പൊട്ടൻ കാർ ഓടിക്കാൻ അറിയാണ്ട് ആ പെണ്ണിനെ കയറ്റി കുത്തിരുത്തി കാർ ഓടിച്ച് ഒരു ലോറിമ കൊണ്ട് കുത്തി. ആ പെണ്ണിനൊരു കണ്ണ് കളഞ്ഞു, അവളെ അവനെ പോലെ ആക്കി. ഇപ്പോഴേ ശരിക്കും ജോലിയായത്. റഷീദേ, ആദ്യമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ബാപ്പാന് ചില ടെസ്റ്റുകൾക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മുമ്പ് തിരിച്ചു വരുമോ ആവോ? എന്തൊക്കെ അബൂബക്കർ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്റെ ഒരു മോഹം പറഞ്ഞാണ് ഉസ്താദേ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അദ്ദേഹത്തിന്റെ ബാപ്പയാണ്, നിങ്ങൾക്ക് ശമ്പളം തരുന്ന ആളാണ്. ഇപ്പോഴേ റഷീദേ, ഞാൻ ഇറങ്ങട്ടെ, വൈകിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ശരി, ഞാൻ ഉസ്താദിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അബൂബക്കറിനെ ജീവിക്കാൻ വേറെ മാർഗമില്ലാന്ന്. എന്റെ മോള് സെക്കിനാനെ കെട്ടിക്കാൻ കാശില്ലാണ്ടായപ്പോ ഞാൻ ഇവിടെ വന്ന് നിന്റെ വാപ്പോട് 50,000 രൂപ കടം മേടിച്ചു, 3 മാസത്തെ അവധിയും വെച്ച്. പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ട് ലാഭം ആദ്യം എടുക്കണില്ലാന്നും മാസം ഇവിടെ എത്തിക്കണമെന്ന് കരാറും വെച്ച്. 1 പൈസയും നമുക്ക് ശമ്പളം തന്നിട്ടില്ല മോനെ. ഹാജരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ സഹിക്കാണ് റഷീദേ. ഇപ്പൊ എന്റെ ഇളയ മോളെ കെട്ടണമെന്നൊരു പൂതി പറഞ്ഞ് അതൊരു ഭീഷണിയായി തീർന്നിട്ടുണ്ട് റഷീദേ. പലിശ പിരിക്കാൻ പോണതും ഹാജര് പറയണത് കേസ് വെക്കണതും എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് മോനെ. ദിവാകരനും കെട്ടിയോളും 3 പെമ്മക്കളും വിഷം കഴിച്ച് മരിച്ചത് ഹാജർക്ക് വേണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മോനെ. ഞാനാണ് അതിന്റെ കുറ്റക്കാരൻ. അബൂബക്കർ എന്ന എന്റെ പേര് ഹാജര് അബൂബക്കറാക്കി. അതിനനുസരിച്ച് ഞാനൊരു വങ്കനായിട്ട് ചമയുകയും ചെയ്ത്. അതിലറിയും പിഴച്ച് താജുസ്കരിച്ചിട്ട് ഞാൻ ദ്വാരക്കല് തളർവാദം പിടിച്ചു കിടക്കണ എന്റെ ഐശ്വര്യം എണീച്ചു നടക്കണമെന്നല്ല. ഈ നാളെ മുജാഫർക്ക് നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരണമെന്നല്ല. ആമിനാനെ ജബിയാനെ ഒരു കരക്കെത്തിക്കണമെന്നല്ല. നിന്റെ വാപ്പാക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കണേ റബ്ബേ. നിന്റെ വാപ്പാക്ക് ഹിദായത്ത് കൊടുക്കണോ. പട്ടേ കൂടാതെ കഴിയാൻ വിഷമിക്കരുത്. എനിക്ക് വേണ്ടി എന്റെ ബാപ്പോട് പൊരുത്തപ്പെടണം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നുകൊണ്ട് ഹാജർക്ക് വേണ്ടി നാടകം കളിച്ച് എന്നോട് പടച്ചാമ്പരാൻ പൊറുക്കോ റഷീദേ. എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ? ദൈവം കരുണാമയാണ്. അള്ളാഹുവിനോട് പൊറുക്കല്ല തരും, അവൻ പൊറുക്കും, ക്ഷമിക്കും. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അള്ളാഹു മാറ്റി തരും. ഇക്കാക്കെന്നുള്ളൊരു വല്ലായ്മ എന്തു പറ്റി? ബുദ്ധിയില്ലാത്ത വിഡ്ഢിയായ ഇക്കാക്കിനി എന്ത് പറ്റാനിയാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആർക്കും മനസ്സിലാവില്ല. ഇക്കൊന്ന് തെളിയിച്ചു പറ. എന്റെ നെഞ്ചിൻകൂടിനകത്ത് ഇത്രയും കാലം ഒരു നെരിപ്പോട് എരിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത് ആളി കത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇക്ക അർത്ഥമാക്കുന്നത് സ്വന്തം ജീവിതത്തിൽ വിഡ്ഢിവേഷം കെട്ടിയാടിയ ഒരു കോപാളിയാണ് ഞാൻ. ഉണ്ണാനും ഉറങ്ങാനും മാത്രം ശീലിച്ചവൻ, ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ വേണ്ടി ഒന്നും അറിയാത്തവനെ പോലെ എന്തിനും ഏതിനും കൂട്ടുനിന്നവൻ. വളരെ വൈകിയാണെങ്കിലും ഇക്കാക്കെല്ലാം മനസ്സിലായി തുടങ്ങി അല്ലേ? മനസ്സിലായി. ഞാനിന്ന് സീനത്തിനെ കണ്ടിരുന്നു. ഒരായുഷ്കാലം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്ര കാര്യം അവൾ എന്നോട് പറഞ്ഞു. അവൾക്ക് എന്നെ ഇഷ്ടമാണ്. എത്ര കാലം വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തിരിക്കാമത്ര. നമുക്ക് ഇത്താത്താനെ പോയി വിളിച്ചോണ്ട് വന്നാലും വരില്ല.
ഈ വീട്ടിലേക്ക് അവൾ തിരിച്ചു വരില്ല. അവൾക്ക് ഭയമാണ്. ഭയമോ? ആരെ? ബുദ്ധിയില്ലാത്ത ആണത്തമില്ലാത്ത ഈ മകന് പകരം ആണത്തം കൂടിയ നമ്മുടെ ബാപ്പ ഇനിയും അവളുടെ അടുത്തേക്ക് ചെന്നാലെന്ന് പേടി. ഞെട്ടണ്ട. കേട്ടപ്പോ എനിക്ക് ഞെട്ടാൻ തോന്നിയില്ല. നമ്മുടെ ബാപ്പാനെ ശരിക്കും അറിയാവുന്ന കോമാളിയായ മോനല്ലേടാ ഞാൻ. കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോ നഷ്ടങ്ങളുടെ കണക്ക് എനിക്ക് പറയാനുള്ളൂ റഷീദേ. നഷ്ടങ്ങളുടെ കണക്ക് വേണ്ട. ആ മുഖമെനിക്കിനി കാണണ്ട. അടുക്കരുത്. എനിക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. കൊന്നു കളയും ഞാൻ. ഈ പൊട്ടന് ചാർത്തി തരരുത് ബാപ്പ. ഈ പൊട്ടന് ചാർത്തി തരരുത്. വേണ്ട. പാപ്പ ചെയ്തു കൂട്ടിയ പലിശ അടക്കം തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പടച്ചോനെ, എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷാവിധികൾ നീ നടപ്പിലാക്കി തുടങ്ങിയല്ലേ? നിന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ കണക്കുകൾ കൂടി നീ കൂട്ടി തുടങ്ങിയല്ലേ? പേടിക്കാനൊന്നുമില്ലടോ. ചെറിയൊരു സർജറി മദ്രാസിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അവിടെയാകുമ്പോൾ എന്റെ സുഹൃത്ത് ഡോക്ടർ പ്രേംചന്ദ്രുണ്ട്. ഞാൻ വിളിച്ചു പറയാം. ഓപ്പറേഷൻ വേണ്ടെന്നാ ബാബു പറയുന്നത്. കുറേയേറെ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും അതിനെല്ലാം പ്രായശ്ചിത്തമായി വേദന സഹിച്ച് മരിക്കണമെന്നാ അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഹാജിയാർ പറയുന്നത് കാര്യമാക്കേണ്ടതില്ല. താൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. ഹാജിയാർ വന്നല്ലോ. നിങ്ങൾ തമ്മിൽ സംസാരിച്ചു നിൽക്ക്. ഞാൻ ഇറങ്ങട്ടെ. ഓപ്പറേഷന് നമ്മൾ പോകാൻ മോനെ. പക്ഷേ നമ്മൾ തിരിച്ചു വരണമെന്ന് നിങ്ങളാരും ദുആ ചെയ്യരുത്. ഓപ്പറേഷന്റെ ഇടയ്ക്ക് വെച്ച് മരിക്കണമെന്നാണ് പാപ്പാടെ ആഗ്രഹം. എന്റെ തെറ്റ് പടച്ചോ പൊറുക്കോ രക്ഷിത പൊറുക്കോ. പാപ്പ, തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ്. ആ തെറ്റുകൾ മനസ്സിലാക്കി തൗബ ചെയ്ത് മടങ്ങുകയാണ് ഒരു നല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. എപ്പോഴും തെറ്റിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ മനസ്സ്. നമ്മുടെ ശക്തി ദൗർബല്യം നന്നായിരുന്നതിനാണ് പടച്ചതമ്പുരാൻ. 100 ആളെ കൊന്ന കൊലയാളിക്കും മാപ്പ് കൊടുത്തതിനാണ് പടച്ചതമ്പുരാൻ. മാപ്പ് ഒന്നുകൊണ്ട് വിഷമിക്കുന്നു. നമ്മൾ കടം കൊടുത്തവരുടെയും തിരികെ തന്നവരുടെയും കുറെ വിവരങ്ങൾ ഇതിലുണ്ട്. മുതൽ കഴിച്ച് ബാക്കി ഓരോരുത്തർക്കും നീ തിരിച്ചു കൊടുക്കണം. ധൈര്യവാക്കും 3 മക്കൾക്കും രാമനാരി എന്ന് വാങ്ങിയ വീടും പറമ്പും രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. സുലൈമാനോട് പോയി സീനത്തിനെ വിളിച്ചുകൊണ്ടിരാൻ പറയണം. പാപ്പാക്ക് വെച്ച് തെറ്റ് പൊരുത്തപ്പെടാൻ സീനത്തിനോട് പറയണം. മായൻകുട്ടിയുടെ വീടും പറമ്പും അവന് നീ തിരിച്ചു കൊടുക്കണം. പിന്നെ എത്തിയുമായ പെണ്ണിനെ കെട്ടിയപ്പോ പാപ്പ ഒരുപാട് വഴക്കുറഞ്ഞിരുന്നു. മാപ്പാനോട് പൊരുത്തപ്പെടണം. നമ്മുടെ ഖത്തീബിനോട് പാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാനും പൊരുത്തപ്പെടാനും പറയണം. ഇതാണ് പാപ്പാടെ മുതലുകൾ. ഒരു ഹലാലായുള്ള സമ്മതപത്രം. ഏത് ഹലാലായ ആവശ്യത്തിനും മോനിത് ഉപയോഗിക്കാം. പാപ്പ ഇതെല്ലാം പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു.
സുലൈമാൻ അവനൊരു പിടിപ്പില്ലാത്തവനാണ്. അവന്റെ കാര്യം നോക്കണം. അവോക്കർ അവനൊരു പാവപ്പെട്ടവനാണ്. അവനൊരു ജീവിതമാർഗം മോൻ ഉണ്ടാക്കി കൊടുക്കണം. ഐശുവിനെ ചികിത്സിക്കാനും ആ കുട്ടികളെ കെട്ടിച്ചേക്കാനും എത്ര കാശ് ചെലവന്നാലും മോൻ അത് ചെയ്യണം. ഇനി വാപ്പാക്ക് എത്രയും വേഗം മദ്രാശിക്ക് പോണം. ജീവനോടെ തിരിച്ചു വരണമെങ്കിൽ ഒന്നുകൂടി ഹജ്ജ് ചെയ്യണം. ആളുകളെ ഹാജി എന്ന് വിളിക്കാനല്ല, നീട്ട പഴയ പേരില്ലേ ആ പേര് വിളിക്കാതിരിക്കാൻ. നീട്ട പഴയ പേരൊന്ന് വിളിക്കടാ മോനെ. വേണ്ട ബാപ്പ, ആ പേര് ബാപ്പാനെ വിഷമിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ബാപ്പ എന്നോട് പൊരുത്തപ്പെടണം. ആ പേര് അവസാനമായി ഒന്ന് വിളിക്കടാ എന്റെ പൊന്നു മേസ്റ്ററെ. ഇൻട്രസ്റ്റ് ഹാജി. അല്ല ഞാൻ ഇൻഡസ്റ്റാജിയല്ല. ഉഹുദ്മലയോളം തെറ്റുകൾ ചെയ്ത് നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ഇസ്മാൽ ഹാജിയല്ല. ഞാൻ ഇന്നു മുതൽ ഇസ്ലാം ഹാജിയാണ്.